ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? നമുക്കൊരു ട്രാവൽ വ്ളോഗ് വീഡിയോ കണ്ടാലോ? നമ്മൾ പോണത് പാലക്കാട് ജില്ലയിൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള നെല്ലിയാമ്പതിയിലോട്ടാണ്. നമ്മൾ ആദ്യം തൃശ്ശൂർ നാഷണൽ ഹൈവേയിൽ നിന്ന് ടണലിലോട്ട് കയറാൻ പോവാണ്. ഞാൻ ആദ്യമായിരുന്നു കേട്ടോ ടണലിൽ കൂടി ബൈക്കിൽ യാത്ര ചെയ്യണത്. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ ടണലിൽ ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല. സോ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി കസിനായിട്ടുള്ള അഭയനും ഉണ്ട്. അഭയനും അപ്പോൾ കൂടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകാറുള്ളതാണ് ട്രിപ്പിനൊക്കെ. നമ്മൾ ഒരു റെയിനി ടൈമിലായിരുന്നു, കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഭാഗ്യവശാൽ അന്ന് മഴ ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോയിൽ കാണാം കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോകുന്നത്, കുറച്ച് വണ്ടികൾ തിരിച്ചിങ്ങോട്ട് വരുന്നതൊക്കെ ആയിട്ട്. സോ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായത്. സോ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ടണലിൽ കൂടി ഇങ്ങനെ പോവാണ്. ഒരു പച്ച ബൈക്ക് നിങ്ങൾക്ക് കാണാം. ആ പച്ച ബൈക്കിൽ കൂടി പോകുന്ന ആളാണ് അവൻ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ അവനെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ അപ്പം വരും. പ്രത്യേകിച്ച് പണി ഇല്ലായിട്ടല്ല, പണിയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ എവിടെ വിളിച്ചു കഴിഞ്ഞാലും അപ്പം ഓടിച്ചാടി വരുന്നതാണ്. സോ നമ്മളിങ്ങനെ ടണലിൽ കൂടി പോയി. നമ്മളിപ്പോൾ ടണലിൻ്റെ പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പോവും. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മുന്നേ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായി നെല്ലിയാമ്പതിയിൽ പോകണമെന്ന്. ബട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ എൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. ത്രൂ ഔട്ട് ദ ജേണി ഈ നെല്ലിയാമ്പതിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഭയങ്കര ഭംഗിയാണ്. ഇത് ഇപ്പോൾ ഈ ബൈക്കിൽ കിടന്ന അഭ്യാസം കാണിക്കൽ അവൻ്റെ ചില ഫണ്ണാണ്. ഇതുപോലെ ചില അഭ്യാസങ്ങൾ അവൻ ബൈക്കിൽ കിടന്ന് കാണിക്കാറുണ്ട്. സോ നിനക്കറിയാം നെല്ലിയാമ്പതിയിലോട്ടേക്ക് പോകുന്ന സമയത്ത് ത്രൂ ഔട്ട് ദ ജേണി ഭയങ്കര അടിപൊളിയാണ്. ബിക്കോസ് നമുക്കറിയാം ബൈക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചുറ്റിലും നിറയെ മരങ്ങളും ഫോറസ്റ്റ് ഏരിയാസ് ആണല്ലോ. അപ്പം ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. അങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും. മരങ്ങളും കാടുകളും പിന്നെ നമ്മുടെ വയലുകൾ, ചുറ്റിലും വയലുകളൊക്കെ കാണാം. നെന്മാറ ടു പോത്തുണ്ടി ഡാം, ആ ഒരു റോഡാണ് ഭയങ്കര രസം യാത്ര ചെയ്യാനായിട്ട്. ഇപ്പം ബൈക്ക് ലവേഴ്സൊക്കെ അല്ലെങ്കിൽ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഒരു തവണയെങ്കിലും പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് പോത്തുണ്ടി ഡാമൊക്കെ കാണാം. ചില ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടൊക്കെയാണ് പോകാറുള്ളത്. പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായില്ല കേട്ടോ, കാര്യം ഭയങ്കര തിരക്കായിരുന്നു. സോ നമ്മൾ പോത്തുണ്ടി ഡാമിൽ നമ്മൾ പോയിട്ടുണ്ടായില്ല. സോ നമ്മളിങ്ങനെ ഓരോ ഹെയർ പിന്നൊക്കെ കയറി പോവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീറ്റെയിൽ വീഡിയോ അല്ല, ചെറിയ വീഡിയോസൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. ഡീറ്റെയിൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ എടുക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോത്തുണ്ടി ഡാം കഴിഞ്ഞുള്ള വ്യൂ ആണ്. ആ ഡാമിലുള്ള കുറച്ച് വ്യൂസാണ് നിങ്ങളിപ്പം കാണുന്നത്. സൈഡിലുള്ള കുറച്ച് വ്യൂസാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. കാര്യം ഒരു മരം റോഡിന് കുറുകെ വീണിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ എല്ലാവരും അവിടേക്ക് പോകണം. അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ യാത്ര തടസ്സമായി. വലിയൊരു മരമായിരുന്നു. പിന്നെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്ന് ആ മരമൊക്കെ നീക്കിയതിന് ശേഷമാണ് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായത്. സോ ഇങ്ങനെ ഓരോ ഹെയർപ്പിന് കയറുന്ന സമയത്തും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽ ഏരിയാസൊക്കെ കാണാം. സോ അവിടെ നിർത്തിയിട്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് പല ആൾക്കാരും അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായി, വീഡിയോസ് എടുക്കുന്നുണ്ടായി. സോ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. കാര്യം നല്ല നല്ല സ്പോട്ടൊക്കെ കാണുമ്പം ഒബിയസ്ലി നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ. സോ അങ്ങനെ കുറച്ച് എൻ്റെയും അപ്പൂൻ്റെ ഒക്കെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭയൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണുന്നുണ്ടാവില്ല. ബിക്കോസ് അവനങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാറില്ല. ഞങ്ങളധികം ഫോട്ടോസ് എടുക്കുന്ന ആളാണ് അവൻ. സോ അവൻ്റെ ഫോട്ടോസ് വളരെ റെയർ ആയിട്ടായിരിക്കും കാണുക. ഉണ്ടെങ്കിൽ തന്നെ അവൻ പറയും പോസ്റ്റ് ചെയ്യണ്ട, വീഡിയോയിലിടണ്ട, അങ്ങനെയൊക്കെ പറയും. സോ ഈ ഒരു ഫോട്ടോ മാത്രമേ അവൻ്റെ കൂടെ ഉള്ളതായിട്ടുള്ളൂ. ആൻഡ് നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സീതാകുണ്ട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കിടക്കുകയാണ്. അവിടെ കിടക്കുന്നതിന് മുന്നേ നമ്മൾ പാസ് എടുക്കണം. പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിലോട്ടേക്ക് അവർ കടത്തി വിടുകയുള്ളൂ. തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ പോയപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് പാസ് എടുക്കാൻ പറ്റി. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാസ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ബോഗൺവില്ല് കണ്ടപ്പം അതിൻ്റെ അടുത്ത് പിന്നെയും ഞാൻ ഫോട്ടോ എടുത്തു. ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാവും. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ കയറുന്നത് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെയാണ്. നല്ല രസമാണ് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഈ നമ്മുടെ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലോട്ടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ, അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. സോ നമ്മൾ ഒരു 5 മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുണ്ടെന്ന്. സോ അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ അവിടെ പോയി വ്യൂസൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് വരാനുണ്ടത്. നമ്മൾ 4:30 4:45 അവിടെ എത്തിയപ്പം
അപ്പം ഒരുവിധം എല്ലാ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകണത്. ഞങ്ങളുടെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് അല്ല കുറച്ച് ആൾക്കാരിങ്ങനെ പോവുണ്ടായി അങ്ങോട്ടേക്ക്. എന്താ വെച്ചാൽ അവിടുന്ന് നമ്മൾ ചെക്ക് പോസ്റ്റിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായി പെട്ടെന്ന് 5 മണി 6 മണിയൊക്കെ ആകുന്ന സമയത്തേക്ക് ഇറങ്ങണം. ബിക്കോസ് വല്ല മൃഗങ്ങളൊക്കെ ആനയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവിന് അത് ബുദ്ധിമുട്ടാവുമല്ലോ. സോ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.